ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുരിശുമല ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നത്. പല പ്രാവശ്യം പല ദേവാലയങ്ങളിൽ നിന്ന് മാതൃവേദി മറ്റ് പല സംഘടനകളെ കൊണ്ട് ഒക്കെ ഈ ഒരു വാഗമൺ കുരിശുമലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ദീർഘകാലം ഗുജറാത്തിൽ സേവനം ചെയ്തതിന് ശേഷം ഈ ഒരു വാഗമൺ കുരിശുമലയിലേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ ബുള്ളറ്റുമായിട്ട് ഈ ഒരു ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന്റെ മുൻഭാഗത്തായിട്ട് ഈ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ കൃത്യമായിട്ട് ഒരു ബോർഡിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മാതാവിന്റെ നാമധേയത്തിലാണ് ഈ ഒരു ദേവാലയം ആശ്രമം കുടികൊള്ളുന്നത്. പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട വാഗമണ്ണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു മലമുകളിൽ ഈ ഒരു ആശ്രമം വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തപ്പെട്ടതാണ്. നല്ല ഒരു താപസ ജീവിതമാണ് ഇവിടെയുള്ള സന്യാസ വൈദികരുടെയും ഇവിടെയുള്ള സന്യാസികളുടെയും ഒക്കെ പ്രത്യേകമായ ജീവിതചര്യ എന്ന് പറയുന്നത്. ഈ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെയുള്ള സന്യാസിമാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളുമില്ല. അത്യാവശ്യം കുറച്ചുപേര് മാത്രമാണ് പുറത്തെ കാര്യങ്ങളൊക്കെ അറിയുവാനും പുറമേ നിന്നുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാനും ഒക്കെ അവർ പുറത്തു പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ തപസ്യ രീതിയാണ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ രീതിയിലുള്ള ടൈം ടേബിൾ ആണ് ഇവിടെ നമുക്ക് കാണപ്പെടുന്നത്. ഇത് ഇവരുടെ ഏറ്റവും ആദ്യത്തെ ആബോട്ടിനെ അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയ സമുച്ചയവുമാണ്. ഇവിടെ എത്തിച്ചേരുന്ന സന്യാസികൾക്ക് വലിയ രീതിയിലുള്ള വർഷങ്ങളുടെ പരിശീലനമാണ് ലഭ്യമാകുന്നത്. അതിനുശേഷമാണ് അവർ യഥാർത്ഥ ആശ്രമ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ദീർഘകാലഘട്ടത്തിലെ പരിശീലനം അത് ചിലപ്പോ 20 വർഷമാകാം, 30 വർഷമാകാം, ചിലപ്പോ 40 വർഷമാകാം. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വൈദികരായിട്ട് മാറുന്നതും. അതും ആവശ്യമനുസരിച്ച് മാത്രമേ വൈദികരായി ഉയർത്തപ്പെടാറുള്ളൂ. അതും ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. വാഗമണ്ണിന്റെ ഒരു സൈഡ് ഭാഗം നോക്കിക്കഴിയുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യഭംഗികൾ ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തുകയാണ്. ഇവിടെ വൈദികരെ സ്വീകരിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഒരു വൈദികൻ ഈ ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടാണ് ഇവർ നോക്കിക്കാണുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്കും ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് നല്ല ഒരു സ്വീകരണമാണ് ലഭ്യമായത്. അതും ഞാന് സഭാവസ്ത്രം ധരിച്ചല്ലായിരുന്നു എത്തിച്ചേർന്നത്. സാധാരണ ഒരു വേഷം ധരിച്ചാണ് എത്തിച്ചേർന്നത്. എന്നിട്ട് പോലും അവർ എന്നെ തിരിച്ചറിയുകയും വൈദികനാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ മഴയത്ത് എത്തിച്ചേർന്ന എനിക്ക് ഗസ്റ്റ് റൂമിൽ വിശ്രമിക്കുവാനുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ ബാക്കി ഫ്രഷ് ആകാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കി തരികയും ഉച്ചനേരത്തെ ഭക്ഷണം യഥേഷ്ടം ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുകയായിരുന്നു. അതും എന്റെ കൂടെ വന്നിരിക്കുന്നവർക്കും ഭക്ഷണം അവർ വിളമ്പുവാൻ മറന്നുപോയില്ല. ഇത് തിരികെയുള്ള യാത്രക്കിടയിലാണ് ഈ ഒരു ബദനി എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കുവാൻ ഇടവന്നത്. ഇവിടെയും ഏതാനും സന്യാസികൾ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തോടു കൂടിയുള്ള തപസ്യയാണ് ആവശ്യപ്പെടുന്നത്.